ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ തുടരും എന്ന ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബുക്ക് മൈ ഷോ പോലുള്ള ആപ്പുകൾ നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്താലും വരും ദിവസങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ടുള്ള എല്ലാ ഷോകളും ഹൗസ്ഫുൾ ആണ്. ഞാൻ എന്റെ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുടരും എന്ന ഈ ചിത്രം മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡുകളും തിരുത്തി കുറിക്കും എന്നുള്ളത്. ആ ലെവലിലേക്ക് തന്നെയാണ് ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ പല റെക്കോർഡുകളും തുടരും എന്ന ഈ ചിത്രം തിരുത്തി കുറിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും അവസാനമായി തിരുത്തി കുറിച്ചതാണ് കോവിഡിന് ശേഷം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹൗസ്ഫുൾ ദിനങ്ങൾ സമ്മാനിച്ച ചിത്രം എന്ന റെക്കോർഡും ബെൻസ് ഷൺമുഖന്റെ തുടരും എന്ന ഈ ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു. തുടരും എന്ന ഈ ചിത്രത്തിലെ ബെൻസ് ഷൺമുഖനെ മലയാളികൾ ഇഷ്ടപ്പെടുന്നതിന് ഒരു കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നത്, മുണ്ടെടുത്ത ലാലേട്ടനെ മലയാളികൾക്ക് പ്രിയമാണ്. മുണ്ടെടുത്ത ലാലേട്ടനേക്കാൾ വലിയ അപകടകാരി കേരള ബോക്സ് ഓഫീസിൽ വേറൊരാളില്ല എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ പഴയകാല ചിത്രങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ, സ്ഫടികത്തിലെ ആട് തോമ, അതുപോലെ തന്നെ നരസിംഹത്തിലെ പൂവള്ളി ഇന്ദുചൂടൻ, അതുപോലെ പുലിമുരുകനിലെ പുലിമുരുകൻ, ദൃശ്യത്തിലെ ജോർജ് കുട്ടി, ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി, അവസാനമായി തുടരും എന്ന ഈ ചിത്രത്തിലെ ബെൻസ് ഷൺമുഖൻ. അപ്പോ ലാലേട്ടൻ മുണ്ടെടുത്തു വരുന്ന ക്യാരക്ടർ മലയാളികൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഈ സിനിമകളുടെ വിജയം നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ലാലേട്ടന്റെ അടുത്ത് വരാനായിട്ടുള്ള മൂവിയാണ് ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ എത്തുന്ന ഈ ചിത്രം ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും എന്നാണ് ലാലേട്ടൻ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത്. ലാലേട്ടൻ മുണ്ടെടുത്ത് കാണുന്നത് പോലെ തന്നെ ലാലേട്ടൻ താടിയെടുത്തുകൊണ്ടുള്ള ലുക്കിൽ വരുന്ന ചിത്രം കാണണമെന്നുള്ളതും ആരാധകരുടെ ഒരു ആഗ്രഹമാണ്. അപ്പോ ആ ആരാധകർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന രീതിയിലുള്ള ലുക്കിലാണ് ലാലേട്ടൻ ഹൃദയപൂർവ്വം എന്ന ഈ ചിത്രത്തിൽ എത്തുന്നത്. താടിയൊക്കെ ഡ്രിം ചെയ്ത് വളരെ കൂളായിട്ടുള്ള ഒരു ലുക്കിലാണ് ലാലേട്ടൻ ഈ ചിത്രത്തിൽ എത്തുന്നത്. ലാലേട്ടന്റെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചിത്രമായി മാറട്ടെ ഹൃദയപൂർവ്വം എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ ലാലേട്ടൻ ഉണ്ടാകുമോ എന്ന് പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു ചിത്രമാണ് ജയിലർ 2. വരുന്ന വാർത്തകൾ പ്രകാരം ജയിലർ 2വിന്റെ സംവിധായകനായിട്ടുള്ള നെൽസൺ ദിലീപ് കുമാർ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ സൈറ്റിലെത്തി ലാലേട്ടനെ നേരിട്ട് കണ്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ജയിലർ 2വിന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിക്കാഴ്ച പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകൾ ഏകുന്നുണ്ട്. ജയിലർ 1ൽ മാത്യൂസ് എന്ന കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ എത്തിയത്. അപ്പോ ആ ക്യാരക്ടറിന്റെ ഫോളോ അപ്പുകൾ ജയിലർ 2വിലൂടെയും കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ലാലേട്ടനും പൃഥ്വിരാജും ബ്രദേഴ്സ് ആയിട്ട് എത്തുന്ന ചിത്രവും വരുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. അതുപോലെ അമൽ നീരദ് ലാലേട്ടൻ ചിത്രം വരുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. വരുന്ന വാർത്തകളെല്ലാം വളരെ സന്തോഷം തരുന്ന വാർത്തകളാണ്. അപ്പോ എന്തായിരുന്നാലും ലാലേട്ടൻ മൂവീസിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.